നമസ്കാരം. 1971 യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഘർഷമാണ് കഴിഞ്ഞ 4 ദിവസം കൊണ്ട് പൂർത്തിയായത്. കാർഗിൽ യുദ്ധത്തെക്കാൾ വലിയ യുദ്ധമായിരുന്നു 4 ദിവസം നടന്നത്. യുദ്ധവിമാനങ്ങൾ ഇരമ്പിപ്പാഞ്ഞുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന ഡോഗ് ഫൈറ്റ് നടന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 100ഓളം യുദ്ധവിമാനങ്ങൾ ആകാശത്തെ പരസ്പരം ഏറ്റുമുട്ടി. അത്രയും വലിയൊരു യുദ്ധത്തിൽ നമ്മൾ വിജയശ്രീലാളിതരായി 4 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് മടങ്ങിയിട്ടും നമ്മുടെ രാജ്യത്ത് നിരവധി പേർ ആരോപിക്കുന്നത് നമ്മൾ തോറ്റെന്നാണ്. വിശ്വസിക്കാൻ കഴിയാത്തതാണ് പ്രതിപക്ഷത്തിന്റെ തികച്ചും ഉത്തരവാദിത്തമില്ലാത്ത സമീപനം. ഇന്ത്യ തോറ്റു, ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടു എന്ന തരത്തിൽ പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നു. ഇന്ദിരാഗാന്ധിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ അസാധാരണമായി വിജയത്തിന്റെ മുനയൊടിക്കാൻ ശ്രമിക്കുന്നു എന്നത് ഖേദകരമാണ്. ആ വാചകം ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ധാരാളം ഇന്ത്യ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഗൾഫിലോ മറ്റുള്ള ഒരു വ്ളോഗറുടെ വൃത്തികെട്ട ചില ഡയലോഗുകൾ കണ്ടിട്ട് എൻ്റെ മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിക്കാതിരിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് പറയാം. അത്ര രാജ്യദ്രോഹപരമായി ഇന്ത്യ പരാജയപ്പെട്ടു എന്ന നുണക്കഥ പറഞ്ഞ് ആഘോഷിക്കുന്നവർ നമുക്ക് ചുറ്റും ഏറുകയാണ്. അത്തരം ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന ഇന്ത്യ വിരുദ്ധരെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. മറ്റൊരിടത്തേക്കുമല്ല, 2 അമേരിക്കക്കാരിലേക്ക്. ഒന്ന്, ന്യൂയോർക്ക് ടൈംസ് എന്ന ലോകത്തെ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ദിനപത്രത്തിലേക്കാണ്. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഓൺലൈനിൽ വായിക്കുന്ന പത്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒന്നുകൂടിയാണ് ന്യൂയോർക്ക് ടൈംസ്. അമേരിക്കയിലെ ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കുന്ന പരസ്യമായ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ലൈൻ ഉള്ള പത്രമാണ് ന്യൂയോർക്ക് ടൈംസ്. ഈ ന്യൂയോർക്ക് ടൈംസ് ആണ് ഇന്ത്യ ചൊവ്വയിലെത്തിയപ്പോൾ കുശുമ്പ് സഹിക്കാൻ കഴിയാതെ താറുപാച്ചി കൊടുത്ത ഒരു കർഷകൻ കാളയുമായി വാതിലിൽ മുട്ടുന്ന കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ ഇന്ത്യ വിരുദ്ധമായ ന്യൂയോർക്ക് ടൈംസ് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആ വാർത്തയാണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും അവകാശപ്പെടുന്നത് പോലെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വാർത്ത വ്യക്തമായി പറയുന്നു പരിപൂർണ വിജയം, സമ്പൂർണ്ണ വിജയം ഇന്ത്യക്കാണെന്ന്. അതിന്റെ സാറ്റലൈറ്റ് ഇമേജുകളും അവർ പുറത്തുവിടുന്നു. ഇന്ത്യ അവകാശപ്പെട്ടതുപോലെ തന്നെ പാകിസ്ഥാന്റെ 11 എയർബേസുകളും ഇന്ത്യ തകർത്തു എന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു പറയുന്ന ന്യൂയോർക്ക് ടൈംസ് അതേസമയം പറയുന്നു പാകിസ്ഥാൻ അവകാശപ്പെട്ടതൊക്കെ വ്യാജമാണ്, ഇന്ത്യയിലെ ഒരു എയർബേസിനും ഒന്നും സംഭവിച്ചിട്ടില്ല, ഇന്ത്യയുടെ വിജയം പരിപൂർണമാണ് എന്ന് ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ലൈനുള്ള ന്യൂയോർക്ക് ടൈംസ് പറയുമ്പോഴെങ്കിലും ഇവറ്റകൾ വിശ്വസിക്കുമെന്ന് കരുതാം. ഇന്ത്യയുടെ വിജയത്തെ സംശയിക്കുന്ന ആ 4 ഭീകരവാദികൾ എവിടെയെന്ന് ചോദിച്ച് ഇന്ത്യ നാണം കെട്ടു എന്ന് നുണ പറയുന്നവർക്കൊക്കെയുള്ള ലേഖനമാണ് ന്യൂയോർക്ക് ടൈംസിലേത്. ഇതുകൂടാതെ ഒരു അമേരിക്കൻ മിലിറ്ററി വിദഗ്ധന്റെ ഇന്റർവ്യൂ ANI പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വെടികൊണ്ട നായ ഓടുന്നത് പോലെ കാലിനിടയിൽ വാലും ചുരുട്ടി വെച്ച് പാകിസ്ഥാൻ ഓടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലേക്ക് കടക്കാം. ആദ്യം ന്യൂയോർക്ക് ടൈംസിന്റെ പരിശോധിക്കുക. അവർ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു: വേർ ഇന്ത്യ അപ്പിയേഴ്സ് ടു ഹാവ് ഹാഡ് എ ക്ലിയർ എഡ്ജ് ഇൻ ഇറ്റ്സ് ടാർഗറ്റിംഗ് ഓഫ് പാകിസ്ഥാൻസ് military facilities and airfield, as the latter stretch of fighting shifted from symbolic strikes and show of forces to attack on each other's defense capabilities. ഇന്ത്യ വളരെ ക്ലിയർ ആയിട്ട് എഡ്ജ് നേടി ഈ ആക്രമണത്തിൽ. പാകിസ്ഥാൻ ഒരു സിംബോളിക് ഫൈറ്റ്, പ്രതീകാത്മകമായ യുദ്ധം മാത്രമാണ് നടത്തിയത്. ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ഇമേജസ് ഫ്രം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി സ്ട്രൈക്സ് show clear damage to Pakistani facilities by Indian attacks, if limited and precise in nature. വളരെ ശ്രദ്ധയോടെയും കൃത്യതയോടെയും ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ എയർബേസുകളെല്ലാം തകർന്നതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അറ്റ് ബോലാറി എയർബേസ് located less than 100 miles from Pakistani port of Karachi, India's defense officials said they had struck an aircraft hangar with a precision attack. The visuals showed clear damage to what looked like a hangar. കറാച്ചിക്ക് സമീപമുള്ള ബോലാരി എയർബേസിൽ തകർത്തു എന്ന് ഇന്ത്യ പറഞ്ഞത് ശരിയാണെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ആ സാറ്റലൈറ്റ് ഇമേജ് ഇവർ കൊടുത്തിരിക്കുകയാണ്. The Nukhan airbase within a roughly 15-mile range of both Pakistan Army's headquarters and the office of the country's Prime Minister, and a short distance from the unit that oversees and protect Pakistan nuclear arsenal, was perhaps the most sensitive military target that India struck. ഇന്ത്യ ആക്രമിച്ച ഏറ്റവും പ്രാധാന്യമുള്ള
ആക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം എന്ന് പറയുന്നത് നൂർഖാൻ എയർബേസ് ആണ്. അതിന്റെ തൊട്ടടുത്താണ് പ്രധാനമന്ത്രിയുടെ വസതി, തൊട്ടടുത്താണ് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം, തൊട്ടടുത്താണ് പാകിസ്ഥാന്റെ സൈനികാസ്ഥാനം എന്ന് കൃത്യമായി ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. എന്നിട്ട് ആ ചിത്രങ്ങൾ കാണിക്കുന്നു. ഇന്ത്യ പറഞ്ഞതൊക്കെ ശരിയാണ്. കറാച്ചിയിൽ പാക് ആസ്ഥാനത്ത് വരെ ഇന്ത്യ ചെന്നു. അതുപോലെ തന്നെ അവരുടെ ആണവ കേന്ദ്രത്തിന്റെ വാതിൽക്കലും ഇന്ത്യൻ മിസൈലുകൾ ചെന്നു. എന്നിട്ട് പറയുന്നു പാകിസ്ഥാൻ മിലിറ്ററി ലിസ്റ്റഡ് 2 dozens Indian military installations and base that its enforcers had targeted. പാകിസ്ഥാൻ പറഞ്ഞ് 2 ഡസനോളം ഇന്ത്യൻ മിലിറ്ററി ബേസുകൾ അവർ ആക്രമിച്ചത്. While Indian officials have acknowledged limited damage at 4 airbase, they have offered few details. ഇന്ത്യൻ ഒഫീഷ്യൽസ് അതിൽ 4 എയർബേസുകൾ നേരിയ പരിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. Satellite images of these sites Pakistan claimed to have hit are limited and so far do not clearly show any damages caused by Pakistani strikes, even at bases where there was corroborating evidence of some military actions. അതായത് ഒരു തെളിവും സാറ്റലൈറ്റ് ഇമേജിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഇന്ത്യൻ ബേസിന് നഷ്ടപ്പെട്ടതായി ബോധ്യമല്ല. Pakistan officials, according to state media, said their force had destroyed India's Udhampur air base. The family of one Indian soldier has confirmed his death on the base, but an image from May 12 is not appear to show damage. ഉധംപൂർ എയർബേസ് തകർത്തെന്നും ഒരു പട്ടാളക്കാരനെ കൊന്നെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. ന്യൂയോർക്ക് ടൈംസ് പറയുന്നു സാറ്റലൈറ്റ് ഇമേജ് പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്. ഇങ്ങനെ വിശാലമായി തന്നെ പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്ന ദുരന്തങ്ങളും തിരിച്ചടികളും എണ്ണി പറയുകയും ഇന്ത്യക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ത്യ പറഞ്ഞതുപോലെ ചെറിയ പരിക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് കുഴപ്പമായി ബാധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ഇമേജാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിടുന്നത്. ഈ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടും ഈ സാറ്റലൈറ്റ് ഇമേജുകളും കണ്ടിട്ടും തൃപ്തിയാവാത്ത ആരെങ്കിലും ഈ രാജ്യത്തുണ്ടെങ്കിൽ, അവർ പ്രതിപക്ഷമാണെങ്കിലും ശരി, മാത്യു സാമുവലിനും അഖിൽ മാരാരെ പോലുള്ളവരാണെങ്കിലും ശരി, നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ബുദ്ധി പുനഃപരിശോധിക്കണം. അല്ല, നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെങ്കിൽ തിരുത്തണം. പാകിസ്ഥാനികൾ പറയുന്ന നുണകൾ പ്രചരിപ്പിക്കുകയാണോ നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം എന്ന് ചിന്തിക്കണം. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ANA കൊടുത്ത ഒരു അമേരിക്കൻ യുദ്ധവിദഗ്ധന്റെ, മിലിറ്ററി വിദഗ്ധന്റെ അഭിമുഖം. പെന്റഗണിലെ ഒരു മുൻ ഓഫീസറാണ്. അദ്ദേഹത്തിന് കൃത്യമായി യുദ്ധത്തെ വിലയിരുത്താൻ അറിയാം. അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ വെൻ റണ്ണിംഗ് ടു ട്രൈ ടു അച്ചീവ് എ സീസ്ഫയർ ലൈക്ക് എ സ്കെയർഡ് ഡോഗ് വിത്ത് ടെയിൽസ് ബിറ്റ്വീൻ ഇറ്റ്സ് ലെഗ് ആഫ്റ്റർ ഇന്ത്യ പുട്ട് ദെയർ എയർഫീൽഡ് ഔട്ട് ഓഫ് കമ്മീഷൻ. പാകിസ്ഥാന്റെ എയർബേസുകൾ ഇന്ത്യ തകർത്തപ്പോൾ വെടിനിർത്തലിന് വേണ്ടി പാകിസ്ഥാൻ ഓടിയത് വെടിയേറ്റ നായ വാല് കാലിനിടയിൽ ചുരുട്ടി ഓടുന്നത് പോലെയാണ് എന്നാണ് മൈക്കിൾ റൂബിന്റെ നിരീക്ഷണം. അദ്ദേഹം മറ്റ് പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. ഇന്ത്യ ഹാസ് എമേർജ്ഡ് വിക്ടോറിയസ് ബോത്ത് ഡിപ്ലോമാറ്റിക്കലി ആൻഡ് മിലിറ്ററി ആൻഡ് മെൻഷൻ ദാറ്റ് ഓൾ അറ്റൻഷൻ ഇസ് നൗ ഓൺ പാകിസ്ഥാൻസ് ടെററിസ്റ്റ് സ്പോൺസർഷിപ്പ്. ഇന്ത്യ നയതന്ത്രപരമായും സൈനികമായും വിജയം കൈവരിച്ചു. പാകിസ്ഥാൻ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നു എന്ന് ലോകത്തിന് മനസ്സിലായി. The fact that Pakistani officers in uniform attended the funeral of terrorists show that there is no differentiation between a terrorist and a member of the ISI or the Pakistani armed force. Basically, the world is going to demand that Pakistan extract the road from its own system. So diplomatically, India changed the conversation. Military Pakistan is shocked. Look, I am a historian by training and means I got paid to predict the past. And one thing that we can say with certainty is that Pakistan has started every single war with India and yet convinced itself that somehow it has won. It's going to be very different to convince themselves that they won this 4-day war. The reason is India was able to with precision decimate the terror headquarters and training camps. India പരിപൂർണമായി വിജയിച്ചിരിക്കുന്നു. എല്ലാ മുൻ യുദ്ധങ്ങളെയും പോലെ പാകിസ്ഥാൻ ദയനീയമായി തോറ്റിരിക്കുന്നു എന്നാണ് ഈ അമേരിക്കൻ യുദ്ധവിദഗ്ധൻ, പെന്റഗൺ മുൻ ഒഫീഷ്യലിന്റെ വേഷൻ. ഇത് രണ്ടും പോരെ ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ച് സംശയിക്കുന്ന സംശയാലുക്കളായ ഇന്ത്യക്കാർക്ക്. ഞാൻ അവരോട് വീണ്ടും പറയുന്നു, നിങ്ങൾ ന്യൂയോർക്ക് ടൈംസ് പറയുമ്പോഴെങ്കിലും വിശ്വസിക്കുക, അമേരിക്കക്കാർ പറയുമ്പോഴെങ്കിലും വിശ്വസിക്കുക. അമേരിക്കയ്ക്കും ന്യൂയോർക്ക് ടൈംസിനുമാണ് പാകിസ്ഥാനേക്കാളും പാകിസ്ഥാന്റെ ദിനപത്രങ്ങളെക്കാളും പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഹാൻഡ്ലേഴ്സിനെക്കാട്ടിലും വിശ്വാസ്യത എന്നെങ്കിലും സമ്മതിക്കുക.